ഞാൻ പണ്ട് വെഡ്ഡിങ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്തേട്ടാ ഈ വെഡ്ഡിങ് വീഡിയോസ് നമ്മളെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കള്ളപ്പന്നികൾ വീഡിയോഗ്രാഫേഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു മിനിറ്റ് വിടാതെ ഷൂട്ട് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മണിക്കൂർ 16 മണിക്കൂർ ഫുട്ടേജ് ഉണ്ട്. അത് 2 വീഡിയോഗ്രാഫേഴ്സ് ഉണ്ടാവും. ഒരു 2 ദിവസം 3 ദിവസം പരിപാടി വെച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതം കണ്ടു തരുമ്പോഴത്തേക്ക് ഒരു 1-1.5 ആഴ്ച നമ്മൾ രാവിലെയും രാത്രിയും ഉച്ചയ്ക്കും ഒക്കെ എന്താ പറയുക ഇവരെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം. ഇവർ ചെക്കൻ പെണ്ണ് അവരുടെ അച്ഛൻ അമ്മ കസിൻസ് എല്ലാവരുമായിട്ട് നമുക്ക് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയും. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എഡിറ്റേഴ്സ് എന്തായാലും നിങ്ങൾ മറ്റേ മൂക്ക് തോണ്ടണത് മറ്റേ ആരെങ്കിലും നോക്കി സൈറ്റ് അടിക്കുന്നത് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആൾക്കാരൊക്കെ നമ്മുടെ ആൾക്കാരായിട്ട് നമ്മുടെ മനസ്സിൽ മാറും. അങ്ങനെ നമ്മൾ കുറേ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ വീഡിയോസ് എഡിറ്റ് ചെയ്തു എന്നുള്ളത് മറക്കും. പക്ഷേ നമുക്ക് ഇവരെ പരിചയം ഉണ്ടാവും. പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഇവർ നേരിട്ട് കാണില്ലേ, ആ നേരിട്ട് കാണുന്ന സമയത്ത് അവർക്കറിയില്ല നമ്മൾ എഡിറ്ററാണെന്നുള്ളത്. കാരണം അവർ ഒരു വെഡ്ഡിങ് ഗ്രൂപ്പിനല്ലേ കൊടുക്കുക. അങ്ങനെ കൊടുത്ത് നമ്മളാണെങ്കിൽ ഇവർ എവിടെയും ഞാൻ അപ്പോൾ നമ്മുടെ മൈൻഡ് പറയും ഇവൻ നിൻ്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് തന്നെ, അല്ലെങ്കിൽ ഇവൾ നിൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നവൾ തന്നെ, നീ എന്താ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത. അപ്പോൾ നമ്മൾ അങ്ങനെ അത് തന്നെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മൾ ശരി ചിരിക്കാന്ന് പറഞ്ഞാൽ നമ്മളവരെ നോക്കിയിട്ട് ചിരിക്കുമ്പോൾ ഇവർ മറ്റേ ടെൻഷനായിട്ട് ഇവർക്ക് ഇത് ആരാന്നറിയില്ല. ഒരു പ്രാവശ്യം ഇതേമാതിരി ഇരുന്നിട്ട് ഒരു ചേച്ചി മറ്റേ സാരിയൊക്കെ റെഡിയാക്കി. ഞാൻ ചേച്ചി നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നോക്കിച്ചിരിക്കുന്ന എല്ലാവരും കോഴികളല്ല. ചിലവർ നിങ്ങളുടെ വീഡിയോ എഡിറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും പരിചയമുള്ളവരുടെ വീഡിയോ എഡിറ്റേഴ്സ് ആയിരിക്കും. അതൊന്നും നിങ്ങളെ കാര്യങ്ങൾ പരിചയപ്പെടും. ഒരു പ്രാവശ്യം ഞാൻ ഒരു കല്യാണ ചെക്കനെ കണ്ടിട്ടായിരുന്നു ഇതേപോലെ എഡിറ്റ് ചെയ്ത്. പുള്ളിക്കാരനെ നോക്കി ചിരിച്ചപ്പോൾ പുള്ളിക്കാരൻ മറ്റേ മടക്കി കൊടുത്ത് മുണ്ടൊക്കെ താഴ്ത്തിക്ക് ഊരിയിട്ടുണ്ട്.